ഇരിക്കാൻ പറ്റുന്നവരൊക്കെ ഇരിക്കുക. നിൽക്കുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ആ ത്യാഗം അനുഭവിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിന് കാഴ്ചവെച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് തന്നെ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ വിലപിടിപ്പുള്ള സാക്ഷ്യങ്ങളാണ് കേട്ടത്. അപ്പോൾ ആ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാവണം, എന്താണ്, എനിക്കും ഇതുപോലെ ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധാനത്തിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ ദൈവം എന്നെയും അനുവദിക്കും. ഓരോ സാക്ഷ്യവും നമുക്ക് പ്രത്യാശയാണ് നൽകുന്നത്. ആ സുകുമാരൻ്റെ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നന്നായി അദ്ദേഹം പറഞ്ഞു, എല്ലാ സാക്ഷ്യങ്ങളും നന്നായാണ് പറഞ്ഞത്. പക്ഷെ അതല്ല, അതിലൊരു ഡൈക്കോട്ടമി കിടക്കുന്നുണ്ട്. അതായത് ഈ വിശ്വാസത്തിൻ്റെ ജീവിതം പുരോഗമിക്കുമ്പോൾ ആബ്സെൻസ് ഓഫ് ഗോഡ് എന്നും പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. അപ്പോൾ നമ്മൾ വിമാനം ഇങ്ങനെ നേരെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മളോട് അവർ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും. എന്താ കാര്യം? എയർ പോക്കറ്റ് ഉള്ളതുകൊണ്ടാണ്. വിമാനം ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് പോകണം വിചാരിച്ചാൽ 6000 അടിയോ 36,000 അടിയൊക്കെ മുകളിൽ കൂടി ഇങ്ങനെ ലെവൽ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് വരും, നിങ്ങൾ ഉടനെ സീറ്റ് ബെൽറ്റ് ഫാസ്റ്റൻ ചെയ്യാൻ, ഫാസ്റ്റൻ യുവർ ബെൽറ്റ്. ഉടനെ നമ്മൾ സീറ്റ് ബെൽറ്റ് എടുത്ത് ഫാസ്റ്റൻ ചെയ്യും. പെട്ടെന്ന് എന്താ സംഭവിക്കണത്? വിമാനം കൂപ്പുകുത്തനെ കാണാം താഴേക്ക്. നമുക്കത് ഫീൽ ചെയ്യും. ശരിക്കും നമ്മളിങ്ങനെ താഴേക്ക് പോണ പോലെ തോന്നും. അപ്പോഴേ അത് എയർ പോക്കറ്റിനെ കുറിച്ച് നേരത്തെ അറിയാത്തവരാണെങ്കിൽ എൻ്റെ അമ്മോ എൻ്റെ മാതാവ് എന്നൊക്കെ വിളിക്കും. ഇനി വരെ കുഴപ്പം സംഭവിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ച്. പിന്നെ പക്ഷേ ഒരു വിത്തിൻ ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ, 30 സെക്കൻഡ് ഒന്നും എടുക്കില്ല, 5 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഒരു 1000 മീറ്റർ താഴെ വന്ന് കാണില്ല ഈ സംഭവം. അത്രയും ഇതിലല്ലേ വരുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ നേരെ പോകും. ഇതെന്താ? ഈ അന്തരീക്ഷത്തിൽ ചില സ്ഥലങ്ങളിൽ എയർ ഇല്ല. വിമാനമാണെങ്കിൽ എയർ വേണമല്ലോ, എയർ ഇല്ല. അതിൻ്റെ ബ്ലാങ്കാണ് അവിടെ. അതിൻ്റെ എയർ പോക്കറ്റ് എന്നാണ് ഇവർ പറയണത്. അവിടെ എയർ ഇല്ലാത്തത് കൊണ്ട് വിമാനം സഞ്ചരിക്കത്തില്ല, വിമാനം നേരെ താഴേക്ക് വരും. ഇതുപോലെ വിശ്വാസ ജീവിതത്തിലും എയർ പോക്കറ്റ്സുകളുണ്ട്. ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യത്തില്ല. നേരെ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്തതിനെ കാണാം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുന്നതിന് പകരം നേരെ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യും. കാര്യം ദൈവ കൃപ ലഭിക്കുന്നതിന് പകരം വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നമ്മൾക്ക് കേൾക്കും. പ്രാർത്ഥന അവസാനിപ്പിക്കണ രീതിയിലുള്ള, നമുക്ക് പ്രാർത്ഥന അവസാനിപ്പിക്കാൻ തോന്നിപ്പോകുന്ന രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ കുടുംബത്തിലുണ്ടാകും, എല്ലായിടത്തും ഉണ്ടാകും. ഇപ്പോൾ ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, കൊല്ലത്തെ ചേച്ചി, ചിത്രപ്പേര് റോസ് എന്നാണ് തോന്നുന്ന പേര്. അതെന്നാ പറഞ്ഞത്? അവരുടെ മകന് ജോലി കിട്ടാഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞു, അമ്മേ എൻ്റെ ബർത്ത്ഡേ തന്നെ ഒരു ശകുനം പിടിച്ച ദിവസമാണ്. ഏത് ദിവസമാണ്? 13. ഈ ബ്രിട്ടീഷുകാർക്കാണെങ്കിൽ ഭയങ്കര അന്ധവിശ്വാസമാണ്. എന്താണ്? അവർ 13 നമ്പർ മുറി ഒന്നും ലോഡ്ജിലെടുക്കത്തില്ല. നമ്മളെ ഈ 13 നമ്പർ നമ്മളെക്കാളും മോശമായിട്ട് കാണുന്നത് യൂറോപ്യൻസാണ്. അവർക്ക് അറിവൊക്കെ ഉണ്ടെങ്കിലും അന്ധവിശ്വാസത്തിനൊക്കെ വലിയ കുറവൊന്നും ഇല്ല. അപ്പം അമ്മ എന്നാ തിരിച്ചു പറയണത്? മകനെ, മാതാവ് പ്രത്യക്ഷപ്പെട്ടത് മെയ് 13 അപ്പോൾ എന്തെങ്കിലും അന്ധവിശ്വാസം കേൾക്കുമ്പോൾ സത്യവിശ്വാസം പറയാനുള്ള കഴിവുണ്ടാകണം.
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അവരുടെ ആ സാക്ഷ്യം. അതല്ലേ കറക്റ്റല്ലേ അവർ പറഞ്ഞു അല്ലേ? മകനെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ എല്ലാ അന്ധവിശ്വാസത്തിൻ്റെ മുമ്പിൽ നിൻ്റെ അമ്മയുണ്ടാകും, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ അമ്മ ആ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചത്? ആ 13-ാം തീയതി എൻ്റെ ബർത്ത്ഡേ അല്ലേ, ആ 13-ാം തീയതി തന്നെ എടുത്ത് അവന് അമ്മ ജോലി കൊടുക്കും. അപ്പം നിൻ്റെ ജീവിതത്തെ ഭരിക്കണം അന്ധവിശ്വാസമല്ല, സത്യവിശ്വാസമാണെന്നുള്ള ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണത്. പക്ഷെ അതിനുള്ളിൽ വേറൊരു കാര്യം അവർ ചെയ്തു. ആ 13-ാം തീയതി അവരൊരു വണക്കം ബുക്ക് ചെയ്തു. ആ കേൾക്കാൻ രസമല്ലേ സാക്ഷ്യങ്ങൾ? മകന് അന്ധവിശ്വാസമുള്ള ആ 13-ാം തീയതി തന്നെ എടുത്തിട്ട് ഒരു വണക്കം ബുക്ക് ചെയ്തു. എന്നിട്ട് 13-ാം തീയതി തന്നെ അവന് ജോലി ലഭിക്കും. അതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങളല്ലേ? എല്ലാ അന്ധവിശ്വാസങ്ങളെയും നമ്മൾ പ്രതിരോധിക്കേണ്ടത് അബദ്ധവിശ്വാസം കൊണ്ടല്ല, പിന്നെ എന്താ? സത്യവിശ്വാസം കൊണ്ടാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആ സുകുമാരൻ എന്നെ സാക്ഷ്യത്തിൽ പറഞ്ഞറിയാവോ? എൻ്റെ മകൻ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അപ്പോൾ ഒരു ജപമാല ചൊല്ലി. അപ്പോൾ എൻ്റെ മകൻ അബോധാവസ്ഥയിലാണവൻ, അവൻ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഛർദ്ദിപ്പ് നിർത്താൻ വേണ്ടിയാണ് ഞാൻ ജപമാല ചൊല്ലിയത്. മുട്ടയെന്നല്ലേ? അക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ജപമാല ചൊല്ലാൻ കേട്ടില്ലേ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വെല്ലുവിളിയാണ്. ദൈവവിളി മാത്രമല്ല, ഒരു വെല്ലുവിളിയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വരുന്നൊരു വിഷയം എന്താണെന്നറിയാവോ? യേശുവിന് ഹോശാന പാടിക്കൊണ്ട് ജനം ആർത്തിരമ്പിയപ്പോൾ ഒരു സമൂഹം ജനങ്ങളോട് നിശബ്ദമായിരിക്കാൻ പറയും. അപ്പോൾ ഈശോ പറയണ ഒരു മറുപടിയുണ്ട്. അവർ നിശബ്ദമായിരുന്നാൽ ഈ കല്ലുകൾ ആർപ്പ് വിളിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ. പക്ഷെ കല്ലുകളുടെ ആർപ്പ് വിളി, അചേതന വസ്തുക്കളുടെ ആർപ്പ് വിളി, ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ജീവനുള്ള വിശ്വാസിക്ക് വെല്ലുവിളിയാണ്. ചില സമയത്ത് നമുക്ക് ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കർത്താവേ എൻ്റെ വിശ്വാസത്തെ സുകുമാരൻ്റെ വിശ്വാസത്തേക്കാൾ തീവ്രമാക്കണമെന്ന് പ്രാർത്ഥിക്കണം അല്ലേ? അതാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്നത് ആ സമയത്ത്. എന്താണ് അങ്ങനെയുള്ള മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ജപമാല പ്രാർത്ഥിച്ചു, അപ്പോൾ എൻ്റെ മകൻ പിന്നെയും ഛർദ്ദിച്ചു. അപ്പോൾ ഞാൻ പിന്നെയും ഒരു ജപമാല പ്രാർത്ഥിച്ചു ഇല്ലേ? അപ്പോൾ ഞാൻ പിന്നെയും എൻ്റെ മകൻ ഛർദ്ദിച്ചു, അപ്പോൾ ഞാൻ പിന്നെയും ജപമാല പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കത്തോലിക്കൻ്റെ വായിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ കൊതിച്ച് ഇപ്പോൾ എനിക്ക് ഇത്രയും വയസ്സായി. അതാണ് നമ്മൾ കേൾക്കണം ഇതൊക്കെ വസതി. മൂന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് അവൻ്റെ ഛർദി അടങ്ങി. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വചനം ഇതാണ്. റോമാലേഖനം 4-ാം അധ്യായം 18-ാമത്തെ തിരുവചനം, 18, 19, 20 തിരുവചനം. റോമാലേഖന നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടത് അനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് പ്രതീക്ഷയ്ക്ക്
സാധ്യത സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അവൻ വിശ്വസിച്ചു. അതാണ് റോമ എന്ന ഭയങ്കര വചനമാണത്. റോമ 4:18 ഒന്ന് പറഞ്ഞ്, പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. ചില സമയത്ത് നമ്മൾ വിശ്വസിക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് ചിലപ്പോൾ സാധ്യത ഒന്നും ഇല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ ഗോട്ട് ദ പോയിന്റ്, മനസ്സിലായോ ഇല്ലേ? ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ഇപ്പം ഈ വചനം ഏതാണ്? റോമ 4:18 മറന്നു പോകരുത്, വീട്ടിൽ പോയി വായിക്കണേ. അതായത് ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകവൊന്നും ഇല്ലെന്ന് തോന്നിപ്പോകും. ഈ പ്രതീക്ഷയ്ക്ക് വകവൊന്നും ഇല്ലെന്ന് തോന്നിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രതീക്ഷയ്ക്ക് വകവൊന്നും ഇല്ലെന്ന് തോന്നിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെയും പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം, പ്രതീക്ഷയോടെ വിശ്വസിക്കണമെന്നാണ് കർത്താവിൻ്റെ വചനത്തിലുള്ളത്. അപ്പം വിശ്വാസത്തിന് 2 തരം വന്നിട്ടുണ്ട് അവിടെ. എന്താണ്? പ്രതീക്ഷയോടെയുള്ള വിശ്വാസവും പ്രതീക്ഷയില്ലാത്ത വിശ്വാസവും. പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് എബ്രാഹത്തെ പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകള് ഉത്തരം ലഭിക്കാതെ നീളുമ്പോഴും പ്രതീക്ഷയ്ക്ക് വകയൊന്നും ഇല്ലെന്നറിഞ്ഞിട്ടും പ്രതീക്ഷയോടെ വിശ്വസിച്ച എബ്രാഹത്തിന്റെ വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അപ്പൊ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യരും പ്രതീക്ഷയോടെ വിശ്വസിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നലെ ഈ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഇന്നലത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി. ഇന്നലെ ഞാൻ 2:30 മണിക്ക് എഴുന്നേറ്റതാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു ആരോഗ്യം ഫീൽ ചെയ്ത കാരണം ഞാൻ കട്ടിലിരുന്നൊരു ജപമാല ചൊല്ലി ശാന്തമായി സൗമ്യമായി. രാത്രി പ്രാർത്ഥന എന്ന് പറയണതേ ഭയങ്കര തങ്കമാണ്, പൊന്നൊരുക്കണ സമയമാണത് രാത്രി പ്രാർത്ഥന. കാര്യം നമ്മളും നമ്മുടെ ദൈവവും മാത്രമേ ഉണർച്ചയിലുണ്ടാകത്തുള്ളൂ. ഞാൻ പണ്ടും ഇങ്ങനെ സെമിനാരിക്കാലത്തും 2:30 മണിക്കൂറൊക്കെ രാത്രി പ്രാർത്ഥിക്കുകയായിരുന്നു. മക്കളെ, ഒരിക്കലും ഒരു പ്രാർത്ഥനയുടെ ഒരു വരി പോലും നമുക്ക് മിസ് ചെയ്യത്തില്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, ഞാനും നീയും തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന കുറേ നിമിഷങ്ങള് എനിക്ക് അവകാശമായി നൽകണമേ. എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ പ്രാർത്ഥനാ വരം കൊണ്ട് നീ അഭിഷേകം ചെയ്യണമേ. ഞാൻ എന്നതിനാണ് പ്രാർത്ഥിച്ചതെന്നറിയാവോ? 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചത്. ഇന്ന് ഇവിടെ റെഡ് അലേർട്ടാണല്ലേ, ആലപ്പുഴ, കൊല്ലമൊക്കെ, നാളെയുമുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം ഇവിടെ വരുമ്പോൾ, തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം, നമുക്ക് അവിടെ നടക്കാൻ പറ്റാത്തിടത്ത് വെള്ളം പൊങ്ങി നിൽക്കുകയായിരുന്നു. ഇവിടെ പലയിടത്തുമൊക്കെ ഇര വീണ് ചോർച്ചയായിട്ട് ഇവിടെയൊക്കെ വെള്ളം നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവേ, എങ്ങനെ പ്രാർത്ഥന നടക്കും? നാളെയാണെങ്കിൽ കുത്തണ മഴയാണ് വരാൻ പോണെന്ന്. കാര്യം ഞാനത് നേരത്തെ ഗൂഗിളിൽ നിന്ന് വെതറിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ആപ്പ് എടുത്തിട്ട് മെനേന്ന് 4 നാൾ തന്നെ ഞാൻ എന്നാണ് എവിടെയാണ് മഴ വരണമെന്നെല്ലാം നോക്കി വെച്ചായിരുന്നു. അപ്പോഴാണ് റെഡ് അലർട്ട് കണ്ടത്. അതിനുശേഷം വെളുപ്പിന് 4 മണിക്ക് ഇന്ന് എഴുന്നേറ്റ്, 5 മണിക്ക് എഴുന്നേറ്റപ്പോൾ 5 മണിക്ക് ഒരു ജപമാല ചൊല്ലി. കാര്യം നിങ്ങളൊക്കെ പല നാട്ടിൽ നിന്ന് വന്നതല്ലേ. ഞാൻ ഇന്നലെ ഇവിടെ വരുമ്പോൾ, രാത്രി വരുമ്പോൾ ഒരമ്മ നിന്ന് കരയുക, എൻ്റെ മകളുടെ കല്യാണം വെച്ചാൽ നാളെയെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത്, മകളുടെ കല്യാണം നാളെയാണെങ്കിൽ പിന്നെ എന്തിനാ അമ്മ സന്ധ്യക്ക് ഇവിടെ നിൽക്കണത്? ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, അവർ ചാടിപ്പോയ മകളാണ്, വേറെ ആരാണ്ടിൻ്റെ കൂടെ രജിസ്റ്റർ ചെയ്യുക.
അതാണ് അവർ സഹിക്കാൻ ചങ്ക് പൊട്ടിയിട്ട് അവർ വേറെ നാട്ടിൽ നിന്ന് വളരെ അകലെയെന്നൊരു ജില്ലയിൽ നിന്ന് വന്ന് നിൽക്കുകയാണ്. ഇപ്പം ഞാനവിടുത്തെ അമ്മ എത്ര ചങ്ക് പൊട്ടിയ ആൾക്കാരാണ് ഇവിടെ വരണത്, നിൽക്കണത്. അവർക്ക് ആരും ഇല്ലാത്ത കൊണ്ടല്ലേ അഭയത്തിന് വന്നത്. സ്വന്തം കൂടെപ്പിറപ്പും മകളും ഒക്കെ ഇങ്ങനെ, മക്കൾ പോലും ഇങ്ങനെ അമ്മമാരോട് ചെയ്ത് അവർ എവിടെ പോകും? പോകാനും ഇപ്പോൾ ഒരു ഇടമേ അവർ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വയനാട്ടിൽ നിന്ന് പാലക്കാട് നിന്നും അവിടെ നിന്ന് വണ്ടി കയറി വന്ന് നിൽക്കുകയാണ് ഇവിടെ നിലയം വിളിച്ച്. അപ്പം അതുപോലെയുള്ള ആൾക്കാരല്ലേ ഇവിടെ വരണം. അതുകൊണ്ടാണ് 5:30 എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത്. കാര്യം അച്ഛൻ കാണുന്ന വിഷയങ്ങളല്ലല്ലോ അമ്മ കാണുന്നത്. അമ്മ അവരെ കണ്ട് ഈ കാല് ചവിട്ടുമ്പോൾ അമ്മ കണ്ടു കഴിഞ്ഞാൽ അതൊരു കാഴ്ചയായിരിക്കും, ഇല്ലേ? നമ്മൾ പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഓർക്കുവേ, ഇത് അമ്മ നേരിട്ട് ചെയ്ത കാര്യമാണല്ലോ എന്ന് ഓർക്കും. കാര്യം നേരിട്ട് ദൈവം ഇറങ്ങി വന്ന് ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത അനേകായിരങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നേരിട്ട് അമ്മ ഇറങ്ങി വന്ന് മധ്യസ്ഥം വഹിക്കാതെ പരിഹാരമില്ലാത്ത കണ്ണുനീര് തന്നെ ജന്മമായി മാറിയ ഈ ധ്യാനം കൂടുന്ന സമീപത്തും വിദൂരങ്ങളിലും ഇരുന്ന് കൂടുന്ന എല്ലാവരുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോയുടെ വലിയ ആശ്വാസമുണ്ടാകാൻ ഓ ദിവ്യകാരുണ്യമേ, കരുണയായിരിക്കണമേ, ഇപ്പോൾ കരുണയായിരിക്കണമേ, ഇപ്പോൾ കരുണയായിരിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. നല്ലവണ്ണം സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, പീഡിതരെ, ഭാരപ്പെടുന്നവരെ, മാരക രോഗികളെ, കടം കയറി മുടിഞ്ഞവരെ വഴിയാധാരമായവരുടെ മേൽ നിന്റെ രക്തത്തെ ഓർത്ത് കണ്ടെത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകളൊക്കെയാണ് നമുക്ക് പ്രതീക്ഷയോടെ വിശ്വസിക്കാൻ വേണ്ടി പിന്തുണയ്ക്കുന്നത്. ഞാൻ ആ പ്രഭാത ജപമാല ചൊല്ലിയിട്ട് വീണ്ടും പോയി കുളിച്ച് റെഡിയായി വന്നിട്ട് വീണ്ടും ഇരുന്നൊരു ജപമാല ചൊല്ലി. കാര്യങ്ങളൊക്കെ സമാധാനമായിട്ട് പോകാൻ വേണ്ടിയാണ്. ഇത്രയും പ്രാർത്ഥനയുടെ ഇത് ഏറ്റവും അവസാനം ഇത്രയും പ്രാർത്ഥനയുടെ ബാക്കപ്പിലാണ് ആരാൾത്താറയിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് 9-8 മണിക്ക് ആൾക്കാർ കയറണത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കയറിയപ്പോൾ തന്നെ പ്രശ്നമായി. എന്താ പ്രശ്നം? നമ്മുടെ ലൈവിൻ്റെ സെർവർ കേടായി. ഫസ്റ്റ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർ ഇറങ്ങിപ്പോയി. കണ്ടില്ലേ നിങ്ങൾ? ലൈവിന് പോകുന്ന ദിവസം അങ്ങനെ ചെയ്യാത്തതാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അത് കഴിയുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചത്? മഴ വരാതിരിക്കുക, കുത്തിച്ചൊരിഞ്ഞ് മഴയും നമ്മൾ കണ്ടതാണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനയുടെ സംഭവിക്കുന്നത് എന്താണ്? അതിൻ്റെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും അറിയണം കേട്ടോ. പ്രാർത്ഥനയുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് വീണ്ടും റോമ 4:20 പറയും. എന്താ പറയണത്? ശ്രദ്ധിക്കുക. 100 വയസ്സായ തൻ്റെ ശരീരം എന്ന് പറഞ്ഞ് 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. 4:19 റോമ 4:19 ഒന്നിന് പറയാം. 100 വയസ്സായ തൻ്റെ ശരീരം
മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. അപ്പൊ ചില അറിവുകൾ നമുക്ക് എതിരായിട്ടുള്ള അറിവാണ് നമുക്ക് ഉള്ളതെങ്കിലും നമ്മളെന്ത് ചെയ്യണം? വിശ്വാസം ദുർബലമാക്കരുത്. ഇപ്പം ചില ആൾക്കാർ പറയും നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് എന്താ? നമ്മൾ കിട്ടിയിരിക്കുന്ന അറിവ് നമ്മൾ പരീക്ഷയെ തോറ്റെന്ന. അപ്പോൾ അച്ഛാ ഞാൻ ഉടമ്പടി എടുത്തിട്ടും തോറ്റുപോയെന്ന് പറയുമ്പോഴും ചില മക്കളോട് വന്ന് കരഞ്ഞ് സങ്കടപ്പെട്ടു. അപ്പം ഞാൻ തലക്കൈ വെച്ചിട്ട് പറയും, നിൻ്റെ മനസ്സിൽ കർത്താവ് തോന്നുന്ന റീവാലുവേഷൻ കൊടുക്കുക, അതിൻ്റെ റീ എക്സാം എഴുതുക, പറഞ്ഞു വിടും. എന്താ കാര്യം? നമുക്കൊരു ആസ്തി കിടക്കുന്നുണ്ട്. വിശ്വാസത്തിനുള്ള ഗുണം എന്താണെന്നറിയാവോ? ഈ വാനം പൊട്ടുന്ന പോലെ വാനം പൊട്ടിക്കഴിഞ്ഞാൽ എന്നാ സംഭവിക്കണത്? ബാക്കി തകരവും നീർക്കലും താഴേക്ക് തന്നെ കാണാം അല്ലേ? അതുപോലെയല്ല വിശ്വാസം. വിശ്വാസത്തിലേക്ക് നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും ആ വിഷയത്തിനേക്കാളുപരി ആ വിശ്വാസം നിലനിൽക്കും. അത് ബേസ്മെൻറ്റാണ് അത് നമ്മുടെ ബേസ്മെൻറ്റാണ്. അപ്പം അതുകൊണ്ട് വീണ്ടും നമുക്ക് ആ വിശ്വാസം നമ്മൾ വീണ്ടും പുനരുപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ്ലെസ്സാണ്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വിശ്വാസം ഉപയോഗിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ അതിൻ്റെ മേൽ പരിശ്രമിക്കാൻ പറയും. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാവോ? ഞാനിവിടെ ഇപ്പം നിങ്ങളുടെ കൂടെ നിൽക്കണില്ലേ, ഞാനും ബൈബിളിന് 3 പ്രാവശ്യം തോറ്റ ആളാണ്. 3 പ്രാവശ്യം ഞാൻ ബൈബിളിന് തോറ്റ ആളാണ്. ഞാൻ ഇടയ്ക്ക് ഇരുന്ന് ഓർക്കും. അതായത് പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം തിയോളജി പഠിക്കുമ്പോൾ 84 ലൂക്കായുടെ സുവിശേഷം വലിയ ടെസ്റ്റാണ്. ഗ്രീക്കുണ്ട്, അതിൻ്റെ ഹെർമനറ്റിക്സ് ഉണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, പിന്നെ അതിൻ്റെ 6-11 കുറേ ടെക്നിക്കൽ സബ്ജക്റ്റാണ് എല്ലാം. നമ്മളീ കാണുന്ന പഠനം അല്ലത്, നല്ല ടഫാണ്. പക്ഷെ ഈ 50-ൽ ഏതാണ്ട് 17 മാർക്കാണ് കിട്ടിയത്. എന്നോടാണെങ്കിൽ എല്ലാവർക്കും ആക്ഷേപമായിപ്പോയി. കാര്യം സെമിനാറിലൊക്കെ അറിയാമല്ലോ, എല്ലാം ക്ലാസ് എത്ര പൊട്ടൻ സെമിനാറിൽ പോയാലും ശരി അവരൊക്കെ റാങ്കായിട്ടേ വരത്തുള്ളൂ. കാര്യം ഫോർമേഷൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഇപ്പോഴും അറിയാമല്ലോ, നിങ്ങൾക്ക് കുറച്ച് നാടകവും സാഹിത്യവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കുറേ സമയം അങ്ങനെ പോകും. പക്ഷെ എന്നാലും തോക്കേണ്ട കാര്യമില്ല. തോറ്റ് ഫ്ലാറ്റായിട്ട് സെമിനാറിൽ തോറ്റാൽ എന്നാ ചെയ്യാൻ പറ്റണത്? ആദ്യം റീ എക്സാം എന്ന് പറഞ്ഞാൽ റീ തരും. രണ്ടാമത് എഴുതാൻ വേണ്ടി സേ തരുമ്പോഴേ നമുക്കറിയാമല്ലോ ക്വസ്റ്റ്യൻസ് പിന്നെയും ടഫാകും. സേ തരുമ്പോൾ പിന്നെ പഴയ ഈസി ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ചൊരു ടഫ് ക്വസ്റ്റ്യൻസ് തരും. ഇപ്പം ഞാനാണെങ്കിൽ ചാപ്പലിൽ നിന്ന് മാറത്തില്ല. കാര്യം എന്താണ്? കൈവിട്ടുള്ള കളിയല്ലേ. അത് കാരണം പഠിക്കണ സമയത്ത് കളിക്കാനുള്ള സമയമാണെങ്കിൽ ശരി, ജസ്റ്റ് പോയി ഫുട്ബോളൊക്കെ തട്ടിയിട്ട് വന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ വന്ന് ചാപ്പലിരിക്കും. കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പരീക്ഷ നമുക്ക് അറ്റൻഡ് ചെയ്യണവരെ പ്രാർത്ഥിക്കും. അപ്പോൾ സെക്കൻഡ് ചാൻസ് തന്ന് സെക്കൻഡ് ചാൻസിലും തോറ്റുപോയി. അപ്പോൾ പിന്നെ കൈപൊള്ളുന്ന പരിപാടിയായി. ഇനി ഒരു ചാൻസ് ഉണ്ട്, പക്ഷെ അതിന് ബിഷപ്പിൻ്റെ കൺകറൻസ് വേണം. ആലുവയിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് ബിഷപ്പ് ഹൗസിലോട്ട് വിളിപ്പിച്ച്. ഇപ്പം ഞാൻ ആലുവയിൽ നിന്ന് കാര്യം ബിഷപ്പാണ് പൈസ മുടക്കണത്. അന്ന് തന്നെ 10 ലക്ഷം രൂപ മുടക്കുന്ന അച്ഛനെ പഠിപ്പിക്കണ രൂപത. 85-ൽ ഒരു വൈദികനെ പഠിപ്പിച്ച് വിടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ കാശാകും, പക്ഷെ രൂപതയ്ക്ക് 10 ലക്ഷം രൂപയാകും. അപ്പം പിതാവിനെ വിളിച്ചിട്ട് കാശിൻ്റെ കണക്കൊക്കെ പറഞ്ഞു, ആലപ്പുഴ വിളിച്ചിട്ട്. എന്നിട്ട് പിതാവിൻ്റെ റെക്കമെൻഡേഷൻ കൂടി എനിക്ക് ഒരു ചാൻസ് കൂടി തന്നു. അതോടുകൂടി എൻ്റെ ഒരുമാതിരിപ്പെട്ട ആയുസ്സും ആവതും പോയി. കാര്യം എന്താ? ഇതിൻ്റെ അകത്ത് വേറെ ഒരു രസകരമായ ഒരു അവസ്ഥ ഉണ്ട്. ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ എഴുന്നേറ്റതാണ് ഈ പുലിവാലായത്. ഞാൻ എഴുന്നേറ്റ സമയത്ത് കാസെടുത്തുകൊണ്ടിരുന്ന അച്ഛൻ ഓടലോട്ട് തിരിഞ്ഞുപോയി. അപ്പം ഞാൻ ചമ്മി, ബ്രദേഴ്സ് ചിരിച്ചു. അച്ഛൻ തിരിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കണം.
അപ്പം ബ്രദേഴ്സ് ചിരിക്കുകയും ചെയ്തപ്പോൾ അച്ഛന് തോന്നി ഞാൻ അച്ഛനെ ആക്ഷേപിച്ചതാണ്. അതിന് പണിയായി. ആ പണിയാണ് വരുന്നത്. അപ്പം ജീവിതത്തിലൊക്കെ ചില പണികളൊക്കെ വരും ഇതുപോലെ. ഒരു കാര്യം വ്യക്തമാണ്, എപ്പോഴെങ്കിലും നീ മനസ്സിലാക്കണം നിനക്ക് ദൈവം മാത്രമേ ഉള്ളെന്ന്. അപ്പോഴാണ് ആധ്യാത്മികതയുടെ ആദ്യ പാഠം തുടങ്ങുന്നത്. എപ്പോഴെങ്കിലും നീ ഇപ്പം പറയും ഒത്തിരി പേരുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, പാർട്ടിയുണ്ടെന്നൊക്കെ പറയും. എപ്പോഴെങ്കിലും എൻ്റെ മക്കൾ മനസ്സിലാക്കണം നിനക്ക് സത്യമായിട്ടും ദൈവം മാത്രമേ ഉള്ളെന്ന് എപ്പം നീ മനസ്സിലാക്കുന്നു, അപ്പം ആധ്യാത്മികതയുടെ ആദ്യ പാഠം തുടങ്ങും. എന്നോട് എൻ്റെ പ്രദേശ് ഇന്ന് ചാൾസ് ലിയോൺ വലിയ പ്രൊഫസറാണ്, പിന്നെ റോബിൻസൺ എഫ് അദ്ദേഹവും വലിയ വികാരിച്ചനാണ്. അന്ന് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നോട് പറഞ്ഞേടാ, പണി പാളി ഒറ്റ നടക്ക് പോകത്തില്ല, നീ പോയി പട്ടാങ്ങി പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ. എടാ, തെറ്റ് ചെയ്യണതല്ല, സത്യമല്ല പ്രശ്നം, ജീവിതമാണ് പ്രശ്നം. മനസ്സിലായോ? നീ അവിടെ ചെന്നിട്ട് പട്ടാങ്ങി ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്തിട്ട് മാപ്പ് പറയാൻ പറഞ്ഞു. ഞാൻ പിന്നെ അത് പോയി പറഞ്ഞു. പക്ഷെ അതിനുള്ളിൽ ഞാനൊരു 10-500 ജപമാല ചൊല്ലിക്കാണും. കാര്യം ഈ വിഷയം മാറുകയാണ്. ഡിസൊബീഡിയൻസ് എന്ന് പറഞ്ഞുള്ള ഇഷ്യൂ ആണ് വരുന്നത്. പിന്നെ പ്രൊഫസറിനെ ആക്ഷേപിക്കുക, ഡിസൊബീഡിയൻസ്, അപ്പോൾ ദൈവവിളി ഇല്ല എന്നുള്ള സൂചനയാണ് വരുന്നത്. പിന്നെ നമ്മുടെ പഠനമല്ല പിന്നത്തെ വിഷയം. പിന്നെ ഒരു 7 പേര് അവിടെ ഇരുന്നിട്ടാണ് ഇവർ അവസാനം ഡീക്കം പട്ടം തരണ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഡെപ്പി ഇങ്ങനെ പാസ് ചെയ്യും, അവർക്ക് വോട്ട് ചെയ്യാം. അവരുടെ കയ്യിലെല്ലാം കറുത്ത ഉണ്ടയും വെളുത്ത ഉണ്ടയും ഇരിപ്പുണ്ടാവും. അപ്പോൾ ഒരു പ്രദേശത്തിനെ കുറിച്ച് റിപ്പോർട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു മാസത്തെ ഒരു വർഷത്തെ അസസ്മെൻ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രീഫെക്ടർ അതിൻ്റെ ചാർജുള്ള ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നീട് വോട്ടിടുന്നത്. വോട്ടിടുമ്പോൾ രഹസ്യമായിട്ട് ഇവർ ഇതിൻ്റെ ഉണ്ടയിട്ട് പോകും. എണ്ണി നോക്കുമ്പോൾ ഒരു കറുത്ത ഉണ്ടായാൽ മതി, പട്ടം പിടിക്കുക. അതെനിക്കറിയാവുന്ന കാരണം ഈ കറുത്ത ഉണ്ട വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീരോടെ എത്രയോ വെളുത്ത ഉണ്ട ഇട്ടിട്ടുണ്ട്. ആ വിഷയം മാറിയല്ലോ. ജീവിതം ശരിക്കും പരീക്ഷണത്തിലൂടെയല്ലേ പോണത്. അതിനും പട്ടം പിടിച്ചില്ല. കർത്താവ് എന്നെ കഷ്ടിച്ച് രക്ഷപ്പെടുത്തി. പക്ഷെ 1000 ജപമാല ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പുസ്തകം എന്ന് പറഞ്ഞ ലൂക്കായുടെ സുവിശേഷം ഞാൻ രാത്രിയും പകലും തലകൂത്തി നിന്ന് പഠിച്ചിട്ടുണ്ട്. എല്ലാ റാങ്ക് ഹോൾഡേഴ്സും 2 പ്രാവശ്യം 3 പ്രാവശ്യം വായിച്ചപ്പോൾ ഞാനൊരു ആ പുസ്തകം, ആ നോട്ട് ബുക്ക് 30 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ട്. അച്ഛനോട് ആ പട്ടാങ്ങി പറഞ്ഞ കാരണം എനിക്ക് 3ാമത്തെ പരീക്ഷയ്ക്ക് 20 മാർക്ക് തന്ന്. ശരിക്കും പറഞ്ഞാൽ 50-ൽ 49 മാർക്കിന് എഴുതിയിട്ടുണ്ട്. തന്നിരിക്കണത് 20 മാർക്കാണ്. പക്ഷേ അതല്ല സംഭവം. ഈ സംഭവത്തിന് ശേഷം ഞാൻ വാ പൊളിക്കുമ്പോഴൊക്കെ സുവിശേഷം പറയാൻ തുടങ്ങി. വായിന്ന് മുഴുവൻ കാര്യം എന്താണ്, രാത്രിയും പകരം ഇതല്ലേ പരിപാടി. 1000 ജപമാലയും ലൂക്കാൻ്റെ സുവിശേഷത്തിൻ്റെ അകവും പുറവും മൊത്തം ഇങ്ങനെ അഭിഷേകമായിട്ട് ചങ്കിലി കിടക്കുകയാണ്. അപ്പോഴേ ജോളി ചറമേൽ തൃശ്ശൂർക്കാരനുണ്ട്, എൻ്റെ ബ്രദറാണ്, എൻ്റെ സുഹൃത്താണ്, വലിയ കൂട്ടമായിരുന്നു. തൃശ്ശൂർക്കാരുമായിട്ട് അന്നും വലിയ കൂട്ടമാണ്. ഒരു ഫ്രാൻസിസ് മുട്ടത്തൊക്കെ ഇപ്പോഴും ഉണ്ട് വലപ്പാട് അവിടെ അച്ഛന്മാരായിട്ട്. ജോളി പറഞ്ഞ് എടാ നീ ധ്യാനിപ്പിക്കാൻ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ധ്യാനമെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. നീ വാടാ, നീ പറഞ്ഞ വാ പൊളിച്ചാൽ മുഴുവൻ ബൈബിളല്ലേ പറഞ്ഞു, നീ വാന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് കണ്ടാണശ്ശേരി വാഗമറ്റം അവിടെ 3 ധ്യാനം തന്നു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടുന്ന് പിന്നീട് തിരിച്ചു വരുന്നത് കോട്ടപ്പുറം പള്ളി ധ്യാനിപ്പിക്കാനാണ്. അന്ന് കോട്ടപ്പുറം രൂപതയില്ല, കോട്ടപ്പുറം പള്ളിയുണ്ട്. കോട്ടപ്പുറം ധ്യാനിപ്പിക്കാൻ വരുന്നത്. ഞാൻ വന്ന് ഇറങ്ങുകയും ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചിട്ട് എൻ്റെ മുകളിൽ കറണ്ട് കമ്പി എന്ന് ആടി ഞാൻ പേടിച്ചു പോയി. ആ മരണത്തിൽ നിന്ന് എന്നെ കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയിട്ട് കോട്ടപ്പുറത്തും ധ്യാനിപ്പിച്ചതെല്ലാം 2 ആഴ്ച കൊണ്ടാണ്. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കായിരുന്നു ആ ലൂക്കാൻ്റെ സുവിശേഷത്തിന് തോപ്പിച്ചത് കർത്താവാണെന്ന്. അത് കർത്താവാണെന്ന് പറയത്തില്ലേ? ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് കർത്താവിനെ ഇരുട്ടത്ത് കർത്താവ് നിൽക്കുമ്പോൾ യോഹന്നാൻ പത്രോസിനോട് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? അത് കർത്താവാണ്. എൻ്റെ ദൈവബലം നിൻ്റെ ജീവിതത്തിലെ ദൈവം വലിയ കാര്യങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ഉറ്റവരിൽ ഉടവരിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള പരാജയങ്ങളും പ്രഷറും
ചില സമയത്ത് തെറ്റിദ്ധരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കർത്താവ് തന്നൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാവോ? ഇതെങ്ങനെ വന്നാലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പ്രാർത്ഥന ഞാൻ കളയത്തില്ല. കാര്യം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലും ഉള്ളത് ഈശോ മാത്രമാണെന്ന് മക്കൾ അറിയണം. എല്ലാത്തിൻ്റെയും പിന്നിലുള്ളത് അതാണ് ഈ വചനം പറയണത്. ഇന്ന് ഒരു രൂപത വൈദികനായി ഇരുന്നിട്ട് തന്നെ ഒരിടത്തും പോകാതെ ഞാൻ 1.5 കോടി ജനങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഒരിടത്തും പോകത്തില്ലല്ലോ. ആലപ്പുഴ വിട്ട് പരമാവധി പോകത്തില്ല. പണ്ട് പോകുമായിരുന്നു, 2004 വരെയൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ രൂപതയിലൊക്കെ ഉള്ള ഇപ്പോൾ കൃപാസനമായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പുറത്ത് പോകണില്ല. പുറത്ത് പോകാൻ അവിടെ സമയമില്ലാത്തതുകൊണ്ടാണ് പോകാത്തത്. പക്ഷേ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇട്ടാമ്പട്ടത്ത് നിന്നിട്ട് നിങ്ങളെല്ലാം വന്നില്ലേ ഇവിടെ, കണ്ണൂരിന്നും ട്രിവാൻഡ്രത്തുനിന്നും ഒക്കെ? എന്താ കാര്യം? പണ്ട് തന്നെ ലൂക്കാൻ്റെ സുവിശേഷം മനഃപൂർവ്വം തോപ്പിച്ച കക്ഷിയാണ് ഇരിക്കുന്നത്. അത് നമ്മളെ എപ്പോഴും ഓർക്കണം. എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പതറരുത്. മറിച്ച് എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. കൂടാതെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ എരിവുള്ളതാക്കാനും എൻ്റെ വിശ്വാസ ജീവിതത്തെ കർക്കശമാക്കാനും കർത്താവ് എന്നെ ആത്മാവിനും കൃപയിലും വളർത്താൻ വേണ്ടി തൻ്റെ മുമ്പിൽ നിർത്തുന്ന കാലമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന കാലമാണ്. നമ്മൾ ആരുടെ മുമ്പിൽ നിന്നിട്ടില്ല. അന്ന് ആരുടെ മുമ്പിലാണ് നിന്നത്? ദൈവം തൻ്റെ മുമ്പിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് നിർത്തും. ദൈവം തൻ്റെ മുമ്പിലേക്ക്, അതായത് പ്രാർത്ഥിക്കാതെ ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത ജീവിതാവസ്ഥ ഉണ്ടാക്കുമ്പോൾ നീ ചിന്തിക്കേണ്ടത്, ദൈവം പിടിച്ചു വലിച്ച് ഈ കാറ്റിൻ്റെയും കോളിൻ്റെയും കാലത്ത് അമ്മത്തുരുത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കണം. നിന്നെ കൈ ഇട്ടിച്ച് കർത്താവാണ്. ഹല്ലേലൂയ, യേശുസ്തോത്രം, ഹല്ലേലൂയ. സുകുമാരൻ്റെ സാക്ഷ്യമാണ് എന്നെക്കൊണ്ട് ഇത്രയും പറയിപ്പിച്ചത്. ഞാനിങ്ങനെ സ്വന്തം കാര്യം പറയാത്ത ആളാണ്, കാത്തൊന്നും പറയാത്ത ആളാണ്. പക്ഷെ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകണമെന്ന് തോന്നിയാൽ വിശ്വാസി പറയണം, എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളൂ, എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ അത് ഭദ്രമാണെന്ന് പറയണം. അതാണ് വിശ്വാസം. എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളൂ, എൻ്റെ കർത്താവിൻ്റെ കയ്യിലത് ഭദ്രമാണ്. ഒന്ന് പറഞ്ഞേ, എൻ്റെ ജീവിതം തകർച്ചയിലെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളൂ, എൻ്റെ കർത്താവിൻ്റെ കയ്യിലെ അത് ഭദ്രമാണ്, അത് ഭദ്രമാണ്. അടിച്ച് കർത്താവിനെ സുടലിയ സുദിഗട ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം റോമ 4:20. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണെന്ന് മനസ്സിലാക്കണം. 4:19 മുതൽ 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി
ശക്തി പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ ചെയ്യേണ്ടത്? ഇൻ കേസ് നമ്മുടെ വിശ്വാസത്തിന് എതിരായിട്ടാണ് അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. പിടികിട്ടിയോ? അതായത് നമ്മുടെ വിശ്വാസത്തിന് ഇപ്പം നിങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടുപോയി ലൈഫിന് ഒരു അപേക്ഷ പറ്റുമെന്ന് വിചാരിച്ചോ? കാരണം നിങ്ങളുടെ അവരുടെ അവസ്ഥ അതാണ്. പക്ഷേ നിങ്ങൾക്ക് കിട്ടുമെന്ന് സെക്രട്ടറിയും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പക്ഷെ പഞ്ചായത്ത് കമ്മിറ്റി കൂടിയപ്പോൾ നിങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചും കൊതിച്ചു അതിൻ്റെ വാതിക്കെ കൊന്തയും ചെല്ലുന്ന ആളാണ്. പക്ഷെ സെക്രട്ടറി പുറത്ത് വന്ന് പറഞ്ഞു, സോറി, ഇപ്പോഴത്തെ കമ്മിറ്റി നിങ്ങളെക്കാൾ യോഗ്യമുള്ള വേറെ ആൾക്കാർക്കാണ് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. എന്നാലും ചേട്ടാ ഒരു വലിയ പണിയായി പോയല്ലേ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ സങ്കടപ്പെട്ട് നിലയും വിളിച്ച് വീട്ടിൽ പോകും. നിങ്ങൾ എന്നാ ചെയ്യണം? അന്ന് കൊന്തയല്ലതില്ല രാത്രി. കാര്യം 8 മാസമായിട്ട് ലൈവിൻ്റെ വീട് കിട്ടുമെന്നും പറഞ്ഞ് നടക്കിയിരുന്നു. ഇതാണ് വിഷയം. ഇങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് റോമ 4:20. ഞാൻ പണ്ടേ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ദൈവത്തിന് പിടികൊടുക്കരുതെന്ന് എപ്പോഴും പറയും. എന്നാ കാര്യം എന്നറിയാവോ? നമ്മൾ ഇപ്പം ഇതുപോലെ ഉണ്ടായി, നമ്മുടെ സപ്തനാടിയും തളർന്ന് അയ്യോ ഇനി എവിടെ പോകാൻ ഒരു പ്രതീക്ഷ ഉണ്ടായത് അതാണ്. ഇനി എന്നാ ചെയ്യും? ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെ പറഞ്ഞ് ചില പൊട്ടിപ്പെണ്ണുങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് പിടികൊടുക്കരുതെന്ന്. ചില ആണച്ചന്മാർ വിചാരിച്ചു ഞാൻ എന്തിനാണ് ഉപവസിച്ചത്, ഞാൻ എന്തിനാണ് വെള്ളവടിയൊക്കെ നിർത്തിയത്, എന്നാൽ പോയി 2 ക്ലാസ് പൂജിട്ട് വരാമെന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് പിടികൊടുക്കരുത്. കാര്യം നമ്മുടെ ദൈവത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിഷയത്തെ അല്ല നോക്കേണ്ടത്. ആരാണ് നോക്കേണ്ടത്? ദൈവത്തെ തന്നെ നോക്കണം. പിടിയ നമ്മൾ ഈ വിഷയത്തെ നോക്കുമ്പോഴാണ് നമുക്ക് മകൻ്റെ കല്യാണം ഒത്തില്ലല്ലോ, മകളുടെ ജോലി കിട്ടിയില്ലല്ലോ, വിസ റെഡി ആയില്ലല്ലോ, OITക്ക് തോറ്റല്ലോ. വിഷയത്തെ നമ്മൾ നോക്കും. വിഷയത്തെ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ ദൈവത്തെ നീ വലിയ പ്രാധാന്യം കൊടുത്തില്ല എന്നതിൻ്റെ അർത്ഥം. ഈ വിഷയം വിചാരിക്കണ വിഷയം, ഉടമ്പടിക്ക് വെച്ച വിഷയം, പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേലെ നമുക്ക് പരാജയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെക്കാൾ വലുതാണ് വ്യക്തി. ഏത് വ്യക്തി? ദൈവമാകുന്ന വ്യക്തി. വിഷയത്തെക്കാൾ വലുതാണ് വ്യക്തിയെന്ന് ഒരു വിശ്വാസി അറിയുമ്പോഴാണ്, നിൻ്റെ വിഷയത്തെക്കാൾ വലുതാണ് നിൻ്റെ ദൈവമെന്ന് നിൻ്റെ അന്തരാത്മാവ് നിന്നെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ വിശ്വാസിയാകണത്. പറഞ്ഞ മനസ്സിലായില്ലേ? എൻ്റെ ദൈവം എന്താ പറയണത്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചെന്നല്ലേ പറയണത്. ഇപ്പോൾ റോമ 4:20 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. അപ്പോൾ വിശ്വാസം ചില സമയത്ത് ദുർബലമാകും ഇല്ലേ? അപ്പോൾ വിശ്വാസത്തെ നമ്മുടെ വിഷയം നടന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം നടന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം ദുർബലമാകും. ഈ ദുർബലമായ വിശ്വാസത്തെ എങ്ങനെ ശക്തിപ്പെടുത്തും? അതാണ് റോമൻ 4:20 പറയണത്. എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. മനസ്സിലായില്ലേ? എന്തെങ്കിലും തരത്തിൽ ഇപ്പം നിൻ്റെ ഭർത്താവിൻ്റെ രോഗം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കള്ളുകുടി, അത് നീ പ്രാർത്ഥിക്കും തോറും മൂർച്ചയായിട്ട് വരികയാണെങ്കിൽ നിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? നീ ഉടനെ പ്രാർത്ഥന നിർത്തി, ഉപവാസം നിർത്തി അല്ല ചെയ്യേണ്ടത്. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും നീ കാരുണ്യപ്രവൃത്തി ചെയ്ത്, വീണ്ടും നീ കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത്, വീണ്ടും നീ സുവിശേഷത്തിന് സാക്ഷിയായി നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെയല്ല ഉടമ്പടി ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ പരാജയങ്ങളെ പ്രതിരോധിക്കണത്. പറഞ്ഞ മനസ്സിലായില്ലേ? റോമൻ 4:20 വെച്ചുകൊണ്ട് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തും? എന്താ കാര്യം? ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് മുമ്പത്തേക്കാൾ കഷ്ടപ്പാടും കടങ്ങളാണ് വന്നിരിക്കണതെങ്കിലും നമ്മൾ ആ വിഷമസന്ധികളിൽ പോലും പ്രതീക്ഷയ്ക്ക് വകയില്ലായിരുന്നിട്ടും, സാറായുടെ ഉദരം വന്ധ്യമാണെന്ന് അറിഞ്ഞിട്ടും, എബ്രഹാത്തിന് വയസ്സ് 100 ആയെന്ന് അറിഞ്ഞിട്ടും അവൻ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു.
പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചുവെന്നാണ് റോമൻ 4:19 പറയുന്നത്. റോമൻ 4:20 പറയണത് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ഉടമ്പടിയിലെ എന്തെങ്കിലും വിഷയങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്ന, ആശിക്കുന്ന, പ്രത്യാശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടന്നില്ലെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഡബിൾ യുവർ ഇവാഞ്ചലൈസേഷൻ പ്രോസസ്. നീ നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, നീ നിൻ്റെ കാരുണ്യ പ്രവർത്തികളെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ വിശ്വാസത്തിൽ നീ ശക്തി പ്രാപിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലെ പരാജയവും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോഴേ ഇരട്ടി കാരുണ്യ പ്രവർത്തികൾ ചെയ്ത്, ഇരട്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ കരുത്ത് പ്രാപിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റോമൻ 4:21 ഏറ്റു പ്രാർത്ഥിക്കുക. വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എപ്പോഴായാലും വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് എബ്രഹാത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധി വരുന്നവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടാകണം. ഭാഗിക ബോധ്യമല്ല, പൂർണ്ണ ബോധ്യം. ഈ പൂർണ്ണ ബോധ്യമാണോ നിനക്കുള്ളതെന്ന് ടെസ്റ്റ് ചെയ്യണമാണ് ഇടയ്ക്ക് വെച്ച്. അതാണ് എബ്രഹാം വിട്ടുമാറാതെ നിൽക്കുന്നത്. എന്താണ്? വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ആയിട്ട് പറഞ്ഞേ. വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അപ്പൊ പൂർണ്ണ ബോധ്യം ഉണ്ടായത് കൊണ്ടാണ് എബ്രഹാം എന്ത് ചെയ്തത്? ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. അപ്പം അവിടെയും വിശ്വാസം പിന്നെയും പ്രശ്നമാണ്. എന്താണ്? ശക്തിയുള്ള വിശ്വാസമുണ്ട്, ശക്തി കുറഞ്ഞ വിശ്വാസമുണ്ട്. അതാ റോമൻ 4:20 ഒന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ചില കാര്യങ്ങൾക്ക് നമുക്ക് ശക്തിയുള്ള വിശ്വാസം ഉണ്ടാകണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ശക്തിയുള്ള വിശ്വാസമാണ് ദൈവത്തെ ആകർഷിക്കുന്നത്. മനസ്സിലായില്ലേ? ശക്തിയുള്ള ദൈവം ശക്തിയാണല്ലോ. അപ്പോൾ ഈ ശക്തിയെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? ശക്തിയുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തും. എന്താ ഇങ്ങനെ പറയാൻ കാര്യം എന്നറിയാമോ? എല്ലാ വൈദ്യന്മാരും ചികിത്സിച്ചിട്ട് ഇതിന് ചികിത്സാവിധി ഇല്ലെന്ന് പറഞ്ഞൊരു രോഗിയുണ്ട് ബൈബിളിൽ. എല്ലാ വൈദ്യന്മാരും അവരെ ചികിത്സിച്ചെന്നാണ് പറയണത്. ആരാണ്? ആ രക്തസ്രാവക്കാര രോഗി. 8:45 ലൂക്കാൻ്റെ സുവിശേഷം 8:45. എല്ലാ വൈദ്യന്മാരും അവളെ ചികിത്സിച്ചു, എന്നിട്ട് അവളത് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് പോസിബിളായിട്ടുള്ള എല്ലാ മാർഗങ്ങളും അവൾ അവലംബിച്ചു. പക്ഷേ നിസ്സഹായമായി വന്നിട്ട് അവൾ എന്ത് ചെയ്ത്? അവളുടെ വിശ്വാസം ശക്തിപ്പെടുത്തി. അവൾ വിശ്വാസം ശക്തിപ്പെടുത്തി എന്നാ ചെയ്തത്? അവൾ വിചാരിച്ചു, ഉള്ളിൽ കരുതി, എന്താണ്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ എങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ കരുതി. എന്നിട്ട് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി അവൾ ചെയ്തു. അപ്പം അതുകൊണ്ടാണ് ഈശോ പറയണത് 8:48 ഉമാൻ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ വിശ്വാസത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്താണ്? വിശ്വാസം നമ്മളെ രക്ഷിക്കും. വിശ്വാസം നമ്മളെ രക്ഷിക്കും. അപ്പോൾ വിശ്വാസം വഴിയാണ് രക്ഷ പ്രാപിക്കണത്. അപ്പം വിശ്വാസം നിസ്സാരമല്ല കേട്ടോ, വളരെ സീരിയസ് വിഷയമാണ്. കാര്യം വിശ്വാസം മാത്രം മതി. അതുകൊണ്ടാണ് ഈശോ പറയണത്, ജൈറുസിൻ്റെ മകൾ മരിച്ചു പോയെന്ന് പറയുമ്പോഴേ ഈശോ പറയും വിശ്വസിക്കുക മാത്രം ചെയ്യുക അല്ലേ.
ഈ രക്തസ്രാവ രോഗിനെ സുഖപ്പെടുത്തി കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജൈറൂസിൻ്റെ മകൾ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും, ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, നിൻ്റെ മകൾ മരിച്ചു പോയെന്ന് പറയും. അപ്പം മരിച്ചു പോയെന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈശോ എന്നെ പറയും, വിശ്വസിക്കുക മാത്രം ചെയ്യും. അപ്പോഴും നമ്മൾ വിശ്വസിച്ചുകൊണ്ട്, അപ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? മരണത്തെപ്പോലും കണ്ണ് തുറപ്പിക്കണ, ജീവൻ തിരിച്ചു കൊടുക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസം മുമ്പത്തെക്കാളും പ്രബലമായ വിശ്വാസമാണ്. ഈ വിശ്വാസം പ്രബലമാക്കാൻ വേണ്ടി കർത്താവ് ചില എക്സർസൈസ്, അഭ്യാസങ്ങൾ, ആത്മീയ അഭ്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും. ഈ ആത്മീയ അഭ്യാസങ്ങളിൽ നമ്മൾ പിടിച്ചു നിൽക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശ്വാസം പ്രബലമാക്കാൻ നീ നൽകുന്ന ആധ്യാത്മിക അഭ്യാസങ്ങളിലെ അവധാനയോടുകൂടി പഠിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. അപ്പോഴേ ഇവിടെ സൗഖ്യം പ്രാപിക്കണേ എങ്ങനെയാ? ഇപ്പം യേശു കർത്താവാണെന്ന് ഇപ്പം റോമ 10:9 നമ്മളെപ്പോഴും പറയത്തില്ലേ? എന്നാ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും, ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. അല്ലേ? വിശ്വസിക്കും. അപ്പോഴെന്നാ സംഭവിക്കണത്? രക്ഷ പ്രാപിക്കും. അപ്പോൾ ഈ പ്രാപിക്കണതെല്ലാം എന്ത് വഴിയാണ്? വിശ്വാസം വഴിയാണ് പ്രാപിക്കണത്. എല്ലാം പ്രാപിക്കണത്. ഇപ്പം ശക്തി പ്രാപിക്കണത് എങ്ങനെയാണ്? ഇപ്പോൾ റോമ 4:20 എന്താ പറയണത്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവിൻ. വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവിൻ. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, കാര്യം എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് വിശ്വാസത്തിൻ്റെ അനുഭവത്തിലല്ല, അവിശ്വാസ അനുഭവത്തിലാണ്. അവിശ്വാസ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തില്ല. പ്രാർത്ഥിക്കുന്നതോറും ഘടകവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കും. എപ്പോഴും അത് മനസ്സിലാക്കേണ്ടത്, അടയാളങ്ങൾ കിട്ടിയിട്ടല്ല നമ്മൾ വിശ്വാസ ശക്തി പ്രാപിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുന്നത് അടയാളങ്ങൾ കിട്ടാത്തപ്പോഴാണ്. അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മളെന്താ ചെയ്യണത്? റോമൻ 4:20 എന്നാ പറയണത്? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവേൻ. അപ്പോൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ എന്നാ സംഭവിക്കണത്? ആ വിശ്വാസം വഴിയാണ് ഈശോ പറഞ്ഞത്, എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു എന്ന് പറയത്തില്ലേ? ഇല്ലേ? അപ്പം നിൻ്റെ വിശ്വാസം ശക്തിയായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ അത് ആകർഷിച്ചെടുക്കും. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റോമൻ 4:20 ലൂക്ക 8:46 ചേർത്താ വായിക്കേണ്ടത്. നിൻ്റെ വിശ്വാസം ശക്തിപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് പോലും അറിയാതെ ആ ശക്തി ആരാണ് തൊട്ടതെന്ന് അറിയാതെയാണ് ഈശോ തിരിഞ്ഞു നോക്കണത്. അപ്പോഴാണ് അവൾ പേടിച്ച് പറച്ച് കാര്യങ്ങൾ പറയണത്. എങ്ങനെ അറിയാൻ പറ്റും കർത്താവ് നിന്നെ തൊട്ടതെന്ന് ആരാന്ന് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റാനുള്ള മാർഗം എന്താണ്? എൻ്റെ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കും. അപ്പോൾ വിശ്വാസ ശക്തി പ്രാപിച്ചാൽ, റോമൻ 4:20 അനുസരിച്ച് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ നിൻ്റെ വിശ്വാസം ശക്തി പ്രാപിക്കും. വിശ്വാസം ശക്തി പ്രാപിച്ചാൽ പിന്നെ എന്നാ സംഭവിക്കണത്? നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും, ഈശോനെ പ്രാപിക്കാൻ പറ്റും. അതാണ് ഈശോയുടെ ശക്തി നിർഗളിച്ചിരിക്കണമെന്ന് പറയണത്. കാര്യം എല്ലാത്തിനും ശക്തിയാണ് വേണ്ടത്. നിനക്ക് രോഗിയാണെന്നുണ്ടെങ്കിൽ ആ ശക്തി നിൻ്റെ ശരീരത്തിലേക്കാണ് വരണത്. അപ്പം രോഗം സുഖപ്പെടും. പക്ഷെ നിനക്ക് അനുഗ്രഹമാണ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് അനുഗ്രഹമാണ് ആ മേഖലയിലേക്കാണ് ആ ശക്തി വരണത്. ചിലപ്പോൾ പഠന വിജയമാകാം, ചിലപ്പോൾ ബാങ്കിലെ ലോണാകാം, ചിലപ്പോൾ നിൻ്റെ പരീക്ഷയുടെ വിജയമാകാം, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ അളവാകാം, കേസിൻ്റെ ജയമാകാം. അതെല്ലാം ബ്ലെസ്സിങ്സാണ്. ആ ദൈവത്തിൻ്റെ ശക്തി ജീവിത മണ്ഡലങ്ങളിൽ വരുമ്പോൾ അത് അനുഗ്രഹമായി മാറും. ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ആത്മാവിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കൃപയായി മാറും. നിത്യതയ്ക്കാണത് പ്രയോജനമായി വരണത്. അപ്പോൾ എന്തായാലും ശക്തിയാണ് വരേണ്ടത്. ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർഗം എന്താണ്? വിശ്വാസവും അതിനാനുപേക്ഷികമായി ആനുപാതികമായി ശക്തി പ്രാപിക്കണം. എങ്ങനെ വിശ്വാസം അതിന് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ശക്തിക്ക് ആനുപാതികമായിട്ട് നമ്മുടെ വിശ്വാസത്തെ എങ്ങനെ ശക്തി പ്രാപിക്കാൻ പറ്റും? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശക്തി പ്രാപിക്കാൻ പറ്റും. അപ്പോൾ എന്തെല്ലാം പരാജയം ഉണ്ടായാലും നമുക്ക് നമ്മുടെ കണക്കൂട്ടനുസരിച്ച് കാര്യങ്ങൾ പോയില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ പതറരുത്, നെഗറ്റീവ് അടിക്കരുത്. എന്താ കാര്യം? നിങ്ങൾ അപ്പോഴൊക്കെ റോമൻ
4:20 വെച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കണം. ആ വിശ്വാസ ശക്തിയായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആ മേഖലകളിലേക്ക് അഭിഷേകമായിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ ഡെലിവറൻസ്, വിടുതൽ പ്രാപിക്കുന്നത്. സ്തുതികളെ ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. Praise the Lord. എഴുന്നേൽക്കുക. വിവിധ രോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി കർത്താവ്, നിന്നെതിരെ പീഡിതര്, അനേകം പരാധീനതകളുള്ളവര്, സങ്കടക്കാര്, രോഗികൾ അങ്ങയുടെ തിരുസന്നിധി കണ്ണുനീരോട് നിൽക്കുന്ന കർത്താവേ, നിന്റെ കരുണയുടെ കൈനീട്ടി മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ വലതുകരം ഓരോ രോഗികളുടെ രോഗാവസ്ഥയില് സ്പർശിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ആരാധനയില് നിന്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. എന്റെ കർത്താവേ, ശ്വാസകോശ രോഗികളുടെ മേൽ അലിവ് തോന്നണമേ. ഹൃദയ രോഗികളെ, ശ്വാസകോശ രോഗികളെ, കരള് രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവേ, ഇപ്പോൾ സ്പർശിക്കണമേ. വിശുദ്ധ രക്തത്താൽ കരളിനെ സുഖപ്പെടുത്തണമേ. വിശുദ്ധ രക്തത്താൽ ഹൃദയങ്ങളെ സുഖപ്പെടുത്തണമേ. വിശുദ്ധ രക്തത്താൽ ശ്വാസകോശങ്ങളെ കഴുകണമേ. യേശുവിന്റെ നാമത്തില് മാർഗ രോഗങ്ങള് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കഷ്ടമെല്ലാം നീങ്ങിടട്ടെ.
രോഗമെല്ലാം മാറട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, തുടയ്ക്ക് താഴേക്കുള്ളൊരു മുട്ടുവരെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ഊത്തലെടുക്കും. ചില സമയത്ത് താഴേക്ക് തുടയും മുട്ടുവൊന്നും ഇല്ലെന്ന് തോന്നിപ്പോവും. ചില സമയത്ത് ഊത്തലെടുക്കും. ചില സമയത്ത് ഇങ്ങനെ കഴിച്ച് കയറി നടക്കാൻ പറ്റത്തില്ല. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 യേശുവേ, 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 മഹത്വം, 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 ഹല്ലേലൂയ, 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 യേശുവേ, 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 മഹത്വം, യേശുവേ, ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, 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 യേശുവേ, മഹത്വം, യേശുവേ, യേശുവേ, മഹത്വം, 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 യേശുവേ, മഹത്വം. ആത്തച്ചക്ക പോലെ ഒരു മുഴുത്ത പുന്നക്കായേക്കാൾ കൂടുതലുള്ള ഒരു കുരുവല്ല, ഇങ്ങനെ ഒരു തരം മാംസം എല്ലാം കൂടി ഇങ്ങനെ കൂടിയിരുന്നിട്ട് പ്രത്യേക കളറാണ്. പല പല ആത്തച്ചക്കയുടെ വരിപ്പ് കാണുകയല്ല, അതുപോലെ പല പല മാംസപ്പാളികളാണ്. അതിങ്ങനെ ചാടിയിരിക്കുന്നതാണ്. ഇനി പുറത്തേക്ക് വരുന്നത് ആ പോലെയൊക്കെ നമുക്ക് തോന്നുന്നത്, ശരീരത്തിന് പുറത്തേക്ക്, പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. സ്വകാര്യമായ മേഖലകളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. ചിലപ്പോൾ ക്യാൻസറാകാം, രക്തം ക്യാൻസറാകാം, എന്താണ് വ്യക്തമല്ല. ഇങ്ങനെ ഒരു മാംസപിണ്ഡമാണ് കർത്താവ് വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ, സൗഖ്യം നൽകണമേ യേശുവേ, സൗഖ്യം നൽകണമേ യേശുവേ, യേശുവേ, സ്പർശിക്കണമേ യേശുവേ, സ്പർശിക്കണമേ, സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവേ, കർത്താവേ, നടുവേദനക്കാരെ ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. അങ്ങയുടെ തിരുമുറിവാർന്ന ആണിപ്പഴുതാർന്ന അത്ഭുതകരത്താൽ നടുവേദനയെ സ്പർശിക്കണമേ, നടുവിനെ സ്പർശിക്കണമേ, വേദനിക്കുന്ന അസ്ഥിക്കുഴകളെ സ്പർശിക്കണമേ, പിൻകഴുത്തിനെ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ അസ്ഥിരോഗങ്ങള്, മാരക രോഗങ്ങള് ഈ നിമിഷം യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗങ്ങളെല്ലാം സൗഖ്യമാകട്ടെ, അസ്ഥി രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ. ഹല്ലേലൂയ, 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 സ്പർശിക്കണമേ യേശുവേ, അസ്ഥികളെ സ്പർശിക്കണമേ, അസ്ഥി രോഗങ്ങളെ സ്പർശിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, മൂത്രാശയ രോഗങ്ങള്, അണ്ടാശയ രോഗങ്ങള് അങ്ങ് സ്പർശിക്കണമേ. കുടലിലെ കുരുക്കള്, ആന്തരിക അവയവങ്ങളിലുള്ള എല്ലാ മുഴകള്, സിസ്റ്റുകള് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, മഹത്വം, മഹത്വം, യേശുവേ, മഹത്വം, കർത്താവേ, സ്തുതിക്കുന്നു, യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വം മഹത്വപ്പെടുത്തുന്നു. യേശുവേ, 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 ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായ ദേഹം ദേഹി ആത്മാവിൻ
സമാധാനം സന്തോഷം ജ്ഞാനമായി പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ത്വക്ക് രോഗികളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ചൊറി, ചിരങ്ങ്, കുരുക്കള്, ക്യാൻസർ, എല്ലാ രോഗങ്ങളും വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. വിസർപ്പ രോഗങ്ങള്, സോറിയാസിസ് രോഗങ്ങള്, ചിരങ്ങുകള് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഈ നിമിഷം അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. സ്പർശിക്കണമേ, സ്പർശിക്കണമേ, എല്ലാ രോഗങ്ങളിലും ഈശോയെ സ്പർശിക്കണമേ, കരുണാമയനായ ഈശോയെ സ്പർശിക്കണമേ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. തലമുടി കൊഴിച്ചിൽ പ്രാർത്ഥനയുടെ വിഷയമാക്കാൻ ഈശോ പറയുന്നുണ്ട്. അങ്ങനെ ക്രമാതീതമായിട്ട് പ്രാകൃതമായിട്ട് തലമുടി കൊഴിയുന്നവരെ ഇപ്പോഴ് ശിരസിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, 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 വിശുദ്ധ രക്തത്താൽ കർത്താവേ തലമുടിയെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ കർത്താവേ അവരുടെ ശിരസിൽ നീ അനുഗ്രഹി പ്രാർത്ഥിക്കുന്നു. I command you in the name of Jesus Christ to be healed. Jesus, oh hallelujah, 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 hallelujah. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വീടില്ലാത്തവര്, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര്, സ്ഥലം കുരുക്കിലും കേസിലും കിടക്കുന്നവര്, ഈ ജന്മത്ത് വീട് വെക്കാൻ പറ്റത്തില്ലെന്ന് കട്ടായം അറിയാമായിരുന്നത്, ജന്മത്ത് നമുക്ക് വന്നു പറ്റിരിക്കുന്ന കടവും മറ്റ് പല വിഷയങ്ങളും കാരണം ഒരു കല്ല് വീടിന് വേണ്ടി കുഴിച്ചിടാൻ സ്വപ്നം പോലും കാണാത്തവരെ കർത്താവിൽ നിൻ്റെ അവസ്ഥ സമർപ്പിക്കേണ്ട സമയമാണ്. ഒരു ദിവസം ഞാൻ ഈ ആൾക്കാരെ കയറും, കർത്താവിലേക്ക് വീട് തന്നുവെന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന് മനസ്സിൽ പറയുക. ഒരു ദിവസം ഞാൻ അമ്മയുടെ ആൾക്കാരെ കയറും, കർത്താവിനിക്ക് വീട് തന്നുവെന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന് മനസ്സിൽ പറയുക. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 Lord Jesus Christ, Father of peace, the fire of the sock with the precious blood. Lord, increase His Spirit. Lord, increase the Spirit of power and grace. ഭവനമില്ലാത്തവർ ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ, കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, നന്നായി കൈയടിച്ചേ. കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലി ഇല്ലാത്തവർ അച്ഛനോട് കൂടി പ്രാർത്ഥിക്കുക. വരുമാന മാർഗമില്ലാത്തവർ, സാമ്പത്തികമായ വിഷമത്തിലുള്ളവർ, സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ടവർ,
അച്ഛനോട് കൂടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജീവിതമാർഗം മുട്ടിപ്പോയവര്, സാമ്പത്തിക വരുമാന വഴിയില്ലാത്തവര്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ജീവിത മാർഗത്തിന് വേണ്ടി അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കരുണ ചെറിയട്ടെ. സാമ്പത്തിക മാർഗങ്ങള്, ജീവിത മാർഗങ്ങള്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത, പുതിയ ജീവിത മാർഗങ്ങള്, വരുമാന മാർഗങ്ങള് തുറന്ന് ലഭിക്കുവാൻ ഇടയാകട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. മക്കളില്ലാത്തവരും വിവാഹം താമസിക്കുന്നവരും ഒക്കെ അനുഗ്രഹിക്കപ്പെടേണ്ട സമയമാണ്. ഇപ്പോഴ് നെഞ്ചിൻ്റെ താഴെ, നേരെ നെഞ്ചും കൂടിൻ്റെ താഴെ അകത്ത് വയറ് പൊള്ളുന്നവരുണ്ട്. എന്തോ വളർന്നു നിൽക്കുന്ന കൊണ്ടോ അവയവങ്ങൾ തമ്മിൽ മുട്ടുന്ന കൊണ്ടും നടുക്ക് അവയവങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലം ഡാമേജ് ആയതുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. നീര് കെട്ടി വീണാലും സംഭവിക്കും. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തി കൊടുക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. സൗഖ്യം ചൊരിയണമേ കർത്താവേ, സൗഖ്യം ചൊരിയണമേ യേശുവേ, സൗഖ്യം നൽകണമേ യേശുവേ, സൗഖ്യദായകനായ യേശുവേ, സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്തരം പ്രധാനമായ 4 എന്ന നമ്പർ കാണിച്ചാണ് കർത്താവ് ദർശനം നൽകണത്. അപ്പം 4 പേരും സാക്ഷ്യം പറയേണ്ടി വരും. മനസ്സിൽ ഓർത്താൽ മതി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇപ്പോഴും വാ ഇങ്ങനെ പൊളിക്കുമ്പോൾ കാണുന്ന ഭാഗങ്ങളല്ലേ, നമ്മൾ ഇങ്ങനെ വാ പൊളിച്ചു കഴിഞ്ഞാൽ അണ്ണാക്കിൽ കാണുന്ന ഭാഗങ്ങളല്ലേ, അവിടെ എന്തോ ഡാമേജോ അല്ലെങ്കിൽ കുരുക്കളോ അല്ലെങ്കിൽ കളർ വ്യത്യാസമോ അല്ലെങ്കിൽ വിഴുങ്ങുമ്പോൾ തുപ്പലിറക്കുമ്പോൾ വേദനയോ ഒക്കെ ഉള്ള രോഗം ആ വ്യക്തിയെ കർത്താവ് ഇപ്പോഴും സ്പർശിച്ച് സുഖപ്പെടുത്തി കൈ അടിച്ച് കർത്താവ് ശരീരിക്കുക. വായിൽ കുഴലിറക്കി പരിശോധിച്ച ഒരാൾക്കാരെ കാണിക്കുന്നുണ്ട്. വായിൽ അത്ര ഒരു വിരലിൻ്റെ വണ്ണമെങ്കിലുള്ള കുഴല, ചുണ്ടുവിരലിൻ്റെ അച്ഛൻ്റെ ചുണ്ടുവിരലിൻ്റെ വണ്ണമുള്ള കുഴലാണ് ഇറക്കി പരിശോധിച്ചിട്ടുള്ളത്. ആ രോഗിയെ എന്തിനു വേണ്ടിയാണോ കുഴലിറക്കി പരിശോധിച്ചിട്ട് എന്ത് ഡയഗ്നോസിസാണ് ചെയ്തത്, ആ രോഗത്തെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ